നമസ്കാരം. അതെ, നമുക്ക് കാലങ്ങൾക്ക് മുമ്പ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യ നവകേരള ശില്പി. മാത്രമല്ല, അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ നവകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച മുഖ്യമന്ത്രി. സി അച്യുതമേനോനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി ഭരണമേൽക്കുമ്പോൾ ഒരു ഹൈസ്കൂളെങ്കിലും ഇല്ലാത്ത നിരവധി പഞ്ചായത്തുകൾ സംസ്ഥാനത്തുണ്ടായിരുന്നു. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്നുള്ള ആയിരക്കണക്കിന് കുട്ടികൾക്ക് 5ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ വെച്ച് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. തുടർ വിദ്യാഭ്യാസം സാധ്യമാകാതെ വരികയും മെച്ചപ്പെട്ട ജീവനോപാധി കൈവരിക്കാതെയും ചെയ്യുന്ന പ്രതിസന്ധി ഉണ്ടാകാനിടയുള്ള വ്യാപകമായ സാമൂഹ്യ പ്രശ്നങ്ങൾ വളരെ ലാഘവത്തോടെ അവഗണിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അപ്പോൾ. സർക്കാർ പൊതുഖജനാവിൽ നിന്ന് നേരിട്ട് ശമ്പളം കൊടുക്കുകയും മാനേജർമാർ വൻതുക സംഭാവനയായി മുതലാക്കി അധ്യാപക നിയമനം നടത്തുകയും ചെയ്യുന്ന എയ്ഡഡ് സ്കൂൾ സംവിധാനവും നിലനിന്ന നാട്ടിൽ ആ വഴിക്ക് പുതിയ സ്കൂളുകൾ എത്ര വേണമെങ്കിലും സ്ഥാപിക്കാമെന്നിരിക്കെ അച്യുതമേനോന്റെ ചിന്തകൾ മറ്റൊരു വഴിക്കാണ് യാത്ര ചെയ്തത്. ആദ്യമായി ചെയ്തത് ഒരു ഹൈസ്കൂളെങ്കിലും ഇല്ലാത്ത പഞ്ചായത്തുകളുടെ കണക്കെടുക്കുകയായിരുന്നു. അത്തരം പഞ്ചായത്തുകളിൽ സ്കൂളുകൾ അനുവദിക്കുന്നത് പൊതുവായ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. നിലവിലുള്ള നിയമം അനുസരിച്ച് സ്കൂളിന് ആവശ്യമായ സ്ഥലവിസ്തൃതിയിൽ മാറ്റമില്ല. സ്ഥലം തുടക്കത്തിൽ വേണ്ട കുറഞ്ഞ കെട്ടിട സൗകര്യങ്ങൾ, കളിസ്ഥലം, ഫർണിച്ചർ, ലാബ്, സർക്കാരിൽ കെട്ടിവെക്കേണ്ട തുക ഒക്കെ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഒരു ഹൈസ്കൂൾ പോലും ഇല്ലാത്ത പഞ്ചായത്തിൽ ജനകീയ കമ്മിറ്റികൾ മുന്നോട്ട് വന്നാൽ സർക്കാർ സ്കൂളുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ അവർക്കാണ് ഒന്നാമത്തെ പരിഗണന. എല്ലാ അർത്ഥത്തിലും അതൊരു സർക്കാർ സ്കൂൾ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിന് സാധ്യതയില്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി, മുനിസിപ്പൽ ഭരണസമിതി, സിറ്റി കോർപ്പറേഷൻ എന്നിങ്ങനെയുള്ള പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ അപേക്ഷകരായുണ്ടെങ്കിൽ രണ്ടാമത്തെ പരിഗണന നൽകുന്നു എന്നതാണ് ഒരു വസ്തുത. നേരത്തെ സ്കൂളുകൾ നടത്തിപ്പോരുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്കായിരുന്നു അടുത്ത പരിഗണന. അവസാന പരിഗണന മാത്രം സ്കൂളുകൾ സ്ഥാപിക്കാൻ തയ്യാറുള്ള വ്യക്തികൾക്ക് നൽകുന്നു. ഈ മുൻഗണനാക്രമത്തെ അട്ടിമറിക്കാൻ ഭരണകൂടത്തിനകത്ത് നിന്നോ പുറത്തു നിന്നോ ആരും തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമായ വസ്തുതയാകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുമ്പോൾ പിൽക്കാലത്തും അനുവർത്തിക്കാൻ പോകുന്ന താരതമ്യേന കുറ്റമറ്റ നിലപാടായിരുന്നു അത്. അനേകായിരം കുട്ടികളെ കൂടുതലായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സഹായിച്ച ഭാവനാപൂർണമായ വിദ്യാഭ്യാസ പരിഷ്കാരമായിരുന്നു അച്യുതമേനോൻ അന്ന് നടപ്പിലാക്കിയത്.